മാന്നാർ പരുമല സെന്റ് ഫ്രാൻസിസ് സേവ്യർ റോമൻ കത്തോലിക്ക ദൈവാലയത്തിലെ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിന്റെ പാതുകാവൽ 29 മുതൽ ഡിസംബർ 3 വരെ നടക്കും. 29 വൈകിട്ട് 5 മണിക്ക് ഇടവക വികാരി ഫാദർ ബെനറ്റ് MV കൊടിയേറ്റ് കർമ്മം നിർവഹിക്കും. മാന്നാർ പരുമല സെന്റ് ഫ്രാൻസിസ് സേവ്യർ റോമൻ കത്തോലിക്ക ദൈവാലയത്തിലെ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിന്റെ പാതുകാവൽ തിരുനാൾ 29 തീയതി മുതൽ ഡിസംബർ 3 വരെ നടത്തും. വിശ്വാസം ഫ്രാൻസിസ് സേവ്യറിന്റെ നാമത്തിലുള്ള വിശ്വാസം തുടങ്ങിയിട്ട് പറഞ്ഞ പോലെ 444 വർഷങ്ങളാകും. അപ്പോൾ തീർച്ചയായിട്ടും ഒത്തിരി വിശ്വാസ പാരമ്പര്യമുള്ള ഒരു ഇടവകയാണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഫ്രാൻസിസ് സേവ്യർ വന്ന് ഇന്ത്യയിൽ വന്നതിന് ശേഷം പിന്നീട് 38 വർഷങ്ങൾക്ക് ശേഷമാണ് ഇവിടെ ഇങ്ങനെ ഫ്രാൻസിസ് സേവ്യറിൻ്റെ നാമത്തിലുള്ള ഒരു വിശ്വാസം കടന്നു വരുന്നത്. അതിനുശേഷം പിന്നെ പുതിയ പള്ളി വന്നു. 39 വർഷങ്ങളാകുന്നു. പുതിയ പള്ളി വന്ന് 39 വർഷങ്ങളാകുന്നു. അടുത്ത വർഷം 40 വർഷമാകും. വളരെ ആഘോഷമായിട്ട് അത് ആഘോഷിക്കുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ 2 തിരുശേഷിപ്പുകളുള്ള ദേവാലയം എന്ന് പറയുന്നത് വളരെ തിരുശേഷിപ്പ് വണക്കത്തിനായിട്ട് പ്രത്യേക ദിവസങ്ങൾ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ആ ദിവസങ്ങളിൽ പല വിശ്വാസികൾക്കും വന്ന ഈ ദേവാലയത്തിൽ വന്ന് ഈ തിരുശേഷിപ്പ് ഒത്തുവാനും ഒക്കെയുള്ള അവസരമുണ്ട്. എല്ലാവർക്കും ഗോവയിൽ പോയി അത് കാണുവാനും ഉള്ള അവസരങ്ങളിലെങ്കിലും ഗോവയിലെ വിശുദ്ധൻ്റെ ശരീരത്തിൻ്റെ ഒരു അവശിഷ്ടം ഒരു ചെറിയൊരു ഭാഗമാണ് നമ്മുടെ ദേവാലയത്തിൽ കൊണ്ടുവന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയും അതിനെ പ്രത്യേക വണക്കത്തിനായിട്ട് ഉപയോഗിക്കുകയും ചെയ്യണം. 5 മണിക്കാണ് തിരുനാളിൻ്റെ കൊടിയേറ്റ് കർമ്മം നടക്കുന്നത്. അത് ഇടവകാരി ഫാദർ ബെനറ്റിൻ്റെയാണ്. നമ്മുടെ ഇടവകാരി ബെനറ്റച്ചനാണ് കൊടിയേറ്റ് കർമ്മം. അത് നമ്മുടെ രൂപതയുടെ PRO-യിട്ടുള്ള ഫാദർ രാജേഷ് കുമാറിൻ്റെ നേതൃത്വത്തിലുള്ള മുഖ്യ കാവ്യത്തിലുള്ള വിശുദ്ധ കുർബാനയാണ് ഫാദർ അഗസ്റ്റിൻ സേവ്യർ അന്ന് തിരുനാൾ സന്ദേശം നൽകി. തുടർന്ന് 30-ാം തീയതി അതുപോലെ തന്നെ വൈകിട്ട് 5 മണിക്കാണ്. 1-ാം തീയതിയാണ് പിന്നീട് പ്രധാനപ്പെട്ട ഒരു ദിവസമായിട്ടുള്ള ആചരണം. ഇടവക ദിനം കൂടിയായിട്ട് ആചരിക്കുകയാണ്. 1-ാം തീയതി രാവിലെ 10:30 ആഘോഷമായിട്ടുള്ള തിരുനാൾ ദിവ്യബലി നടക്കുന്നത്. തുടർന്ന് ഒരു 12 മണിയോടുകൂടി വിശുദ്ധ ഫ്രാൻസിസിന്റെ തിരുശേഷിപ്പിന്റെ നട തുറക്കും. നട തുറന്ന് പള്ളിക്ക് ചുറ്റും തിരുശേഷി പോയിട്ടുള്ള പ്രദക്ഷിണമുണ്ട്. തിരുശേഷിപ്പിന്റെ വണക്കമുണ്ട്. വൈകിട്ട് 3 മണി മുതൽ അടിമ സമർപ്പണമുണ്ട്. അപ്പോൾ ഇത് 10 മണിക്ക് 12 മണിക്ക് നമ്മൾ തിരുശേഷിപ്പിന്റെ നടന്നു വന്നു കഴിഞ്ഞാൽ പിന്നീട് 3-ാം തീയതി വരെ ആ തിരുശേഷിപ്പ് കാണുവാനും അതിനെ ചുംബിക്കുവാനും വണങ്ങുവാനുള്ള അവസരം വിശ്വാസികൾക്ക് ഉണ്ടായിരിക്കും. തുടർന്ന് വൈകിട്ട് 6:30 ഇടവക ദിനാഘോഷം നടക്കും. അതിൻ്റെ അധ്യക്ഷത നമ്മുടെ ബെനറ്റച്ചൻ്റെ അധ്യക്ഷതയിൽ നമ്മുടെ പരുമല സെൻറ്റ് ഗ്രിഗോറിയസ് ഹോസ്പിറ്റലിൻ്റെ CEO ഫാദർ MC പൗലോസാണ് അതിൻ്റെ ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിക്കുന്നത്. തുടർന്ന് ഇടവകങ്ങൾ അവതരിപ്പിക്കുന്ന വിവിധ കലാപരിപാടികളുണ്ട്. തുടർന്ന് 2-ാം തീയതിയും വൈകുന്നേരം 5 മണിക്ക് ആഘോഷമായിട്ടുള്ള ദിവ്യബലിയും വേസ്പരയും തുടർന്ന് പ്രദക്ഷിണമുണ്ട്. അതിനുശേഷം പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട തിരുനാൾ ദിനം 3-ാം തീയതിയാണ്. 3-ാം തീയതി രാവിലെ 10:30 ആഘോഷമായിട്ടുള്ള തിരുനാളിൻ്റെ സമൂഹ ബലി. അത് സെൻറ്റ് ജോസഫ് ചർച്ച് ശൂരനാട് വികാരി റവർ ഫാദർ വർഗീസ് കണ്ണൻ്റാണ് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത്. KCYയുടെ സംസ്ഥാന ഡയറക്ടർ റവർ ഫാദർ സ്റ്റീഫൻ തോമസ് ചാലക്കര എന്ന തിരുനാൾ സന്ദേശം നൽകും. നിരവധി വൈദികർ പങ്കെടുക്കുന്ന വലിയൊരു തിരുനാൾ സമൂഹ ബലിയായിരിക്കും അന്ന്. തുടർന്ന് 12:30 അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മുടെ വിശുദ്ധൻ്റെ ഈ തിരുശേഷി പിറക്കുന്ന ഒരു നേർച്ച സദ്യ നടക്കും. രാജ്യത്തെ പ്രഥമ രൂപതയായ കൊല്ലം രൂപതയുടെ വടക്കേ അതിർത്തിയിൽ പമ്പാ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പരുമല സെന്റ് ഫ്രാൻസിസ് സേവ്യർ റോമൻ കത്തോലിക്ക ദൈവാലയം ഇരട്ട തിരുശേഷിപ്പുകളുടെ അനുഗ്രഹ സാന്നിധ്യമുള്ള കൊല്ലം രൂപതയിലെ ഏക ദേവാലയമായാണ് കരുതുന്നത്. തിരുനാൾ ആഘോഷങ്ങളുടെ തുടക്കം കുറിച്ച് 29 വൈകിട്ട് 5 മണിക്ക് ഇടവക വികാരി ഫാദർ ബെനറ്റ് MV കൊടിയേറ്റ് കർമ്മം നിർവഹിക്കും. തുടർന്ന് ഡിസംബർ 3 വരെ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും പ്രത്യേക ചടങ്ങുകൾ നടക്കും. ഡിസംബർ 1 ഉച്ചയ്ക്ക് 12 മണിക്ക് വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിൻ്റെ തിരുശേഷിപ്പ് നട തുറക്കൽ, തിരുശേഷിപ്പ് പ്രദക്ഷിണം, തിരുശേഷിപ്പ് പരസ്യവണക്കം എന്നിവയ്ക്ക് ശേഷം ദർശനത്തിനും വിശ്വാസികൾക്ക് സൗകര്യം ഒരുക്കും. തുടർന്ന് അടിമ സമർപ്പണം, ഡിസംബർ 3 രാവിലെ 10:30 തിരുനാൾ സമൂഹ ബലി, വൈകിട്ട് 3 സമാപന പ്രദക്ഷിണം, കൊടിയിറക്ക എന്നിവ നടക്കുമെന്ന് ഇടവക വികാരി ഫാദർ ബെനറ്റ് MV, തിരുനാൾ കമ്മിറ്റി കൺവീനർ ജിബി K ജോസ് കാഞ്ഞിരത്തുമൂട്ടിൽ, ജെയിംസ് TM തുണ്ടുപറമ്പിൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. CDNet ന്യൂസ് മാന്നാർ.